അപ്പോൾ ഗായ്സ് 10 ദിവസത്തിന് ശേഷം പണിക്ക് പോന്നു. എന്താവുന്നൊന്നും അറിയില്ല. ബാക്കി കഥകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഓഫീസിലെത്തുമ്പോൾ ഷിപ്മെന്റ് ഇങ്ങനെ കൊന്നുകൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പീക്ക് ടൈം ആയതുകൊണ്ട് നല്ല പണി. അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നേരെ പണിക്ക്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നൊരു കളക്ഷൻ എടുക്കാനുണ്ട് കേട്ടോ. ഇതൊരു മാളിലാണ്. 10 ദിവസം റെസ്റ്റ് കിട്ടുകൊണ്ട് അറിയില്ല, പണിയെടുക്കാൻ തീരെ മൂടി. അങ്ങനെ അതെടുത്തിട്ട് പോകുന്ന വഴിക്കുണ്ട് ഒരു പറഞ്ഞമിത്ത് ഫുള്ള് പ്രാവ്. ആ പ്രാവിന്റെ കൂട് കാണുമ്പോൾ തന്നെ എന്റെ ചങ്ങായി ഞങ്ങൾക്ക് ഓർമ്മ. എന്റെ ചങ്ങായി ഇതുപോലെ തന്നെ നാട്ടില് പ്രാവിന്റെ പ്രാന്താന്നുണ്ടായിരുന്നു എനിക്ക്. ഈ ഒരു പര കണ്ട, ഈ ഒരു പരക്ക് ഫോം വിളിച്ചാലും പുറത്തേക്ക് വരില്ല, ബെല്ലടിച്ചാലും പുറത്തേക്ക്. അങ്ങനത്തെ 2-3 പോരയുണ്ട് നമ്മളെ റൂട്ടിൽ. അവസ്ഥ നോക്കണം അല്ലേ. നായിന്റെ ഫുഡ് വരെ ഡെലിവറി ആണ്. അതാണെങ്കിൽ ഈ അമ്മാതിരി വെയിറ്റും. അപ്പൊ എന്റെ ചങ്ങായി പറഞ്ഞു അതവിടെ പുറത്ത് വെച്ചിട്ട് നീ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് തന്നെ എന്റെ മോൻ ഈ ഒരു മുതലിനെ കണ്ട്. ദൂരത്തുനിന്ന് കാണുമ്പോൾ ഞാൻ ബീച്ച് ബോട്ടാൻ പറ്റായിരിക്കും. അടുത്തെത്തുമ്പോഴെല്ലാം മനസ്സിലായത് ഇതേതോ പഴയ കാറ്. ഈ ഒരു പരിക്കിടക്കിടക്ക് ഡെലിവറി ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ പരിക്കെല്ലാം നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കസ്റ്റമർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് പോയിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതി. ഇന്നത്തെ പണി കത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.